പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ വീണ്ടും വിമർശനവുമായി വി ശിവൻകുട്ടി. നേമത്ത് കോൺഗ്രസ് ബി.ജെ.പി കച്ചവടമുണ്ടെന്നും അത് ഉറപ്പിച്ചത് വി ഡി സതീശനാണെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. കോൺഗ്രസ് ആണ് ബി.ജെ.പിയുടെ കൂട്ടുപിടിക്കുന്നത്. നേമത്ത് മത്സരം LDFും NDAയും തമ്മിലാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഏത് വോട്ടർമാരുടെയും വോട്ട് സ്വീകരിക്കും. ആരുടെ വോട്ടും വേണ്ടെന്ന് പറയില്ല. അതിൽ ഒരു മടിയുമില്ല. വോട്ടേഴ്സ് ലിസ്റ്റിൽ ഏത് പാർട്ടിയാണ് എന്നില്ലല്ലോ. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിനേക്കാൾ വ്യത്യസ്തമായ അന്തരീക്ഷമാണ് നേമത്തുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കാതിരിക്കാനുള്ള ഒരു കാരണവുമില്ല. ബി.ജെ.പിയും LDFും തമ്മിലാണല്ലോ മത്സരം നടക്കുന്നത്. ഈ സാഹചര്യത്തിൽ LDF ജയിക്കാനുള്ള സാധ്യതയാണുള്ളതെന്നും ശിവൻകുട്ടി പറഞ്ഞു. നേമത്തെ വികസന സംവാദത്തിന് ഇനി രാജീവ് ചന്ദ്രശേഖർ സ്ഥലവും സമയവും നിശ്ചയിക്കട്ടെ എന്ന് ശിവൻകുട്ടി പറഞ്ഞു. എപ്പോഴും താൻ സംവാദത്തിന് തയ്യാറാണെന്നും അറിയിച്ചു. അതേസമയം നേമം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി വി ശിവൻകുട്ടി ജയിക്കാൻ തന്ത്രങ്ങൾ ഇറക്കുകയാണെന്ന് രാജീവ് ചന്ദ്രശേഖർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ലേബർ വകുപ്പിൽ നിന്ന് എല്ലാവരെയും ഇലക്ഷൻ കമ്മിറ്റിയുടെ ഉദ്യോഗസ്ഥരായി നിയമിച്ചു. കോൺഗ്രസ് ആണ് നാണമില്ലാത്ത പാർട്ടിയെന്നാണ് വിചാരിച്ചത്. CPMും ശിവൻകുട്ടിയും അതിന് വെല്ലുവിളിയാകുന്നുവെന്നും സംസ്ഥാനത്ത് ഡീലില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. വികസനം പറയാനില്ല, അതുകൊണ്ടാണ് ഡീലെന്ന് നുണ പറയുന്നത്. ഇന്ധന വിലവർധനയുമായി ബന്ധപ്പെട്ട തീരുമാനം ജനങ്ങൾക്ക് ഗുണകരമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് നന്ദി പറയുന്നുവെന്നും സ്റ്റേറ്റ് വാറ്റ് കുറയ്ക്കണമെന്ന് മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു.